പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം എഫേസൂസ് 4:29 മുതൽ നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ, കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസങ്ങളും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ. ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ച് കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ. ഇപ്പം നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും മറ്റുള്ളവർക്ക് നന്മ വരുത്തുന്നതായിരിക്കണം. മറ്റുള്ളവർക്ക് അത് അനുഗ്രഹപ്രദമായിരിക്കണം. ശാപവാക്കുകളും അട്ടഹാസങ്ങളും ക്രോധമായി ഭയങ്കര ദേഷ്യപ്പെട്ടുള്ള സംസാരവും ദുഷിച്ചതായിട്ടുള്ള ഒന്നും നമ്മുടെ വായിൽ നിന്നും വന്നുകൂടാ. അപ്രകാരം ചെയ്യുകയാണെങ്കിൽ നമ്മിലുള്ള പരിശുദ്ധാത്മാവിനെ അത് വേദനിപ്പിക്കും. നമ്മൾ വലിയ വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും ഇങ്ങനെയൊക്കെ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളിൽ പരിശുദ്ധാത്മാവിന് വസിക്കാൻ സാധിക്കുകയില്ല. വീണ്ടും വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 6:45 മുതൽ നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. ഇതിനു മുമ്പത്തെ വാക്യത്തിൽ പറഞ്ഞു, നമ്മൾ സംസാരിക്കുന്നതെല്ലാം മറ്റുള്ളവർക്ക് ഉന്നതിക്ക് ഉതകുന്നതായിരിക്കണം. ഇപ്പോൾ പറയുന്നു, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ദുഷ്ടതയാണെങ്കിൽ നമ്മുടെ വർത്തമാനത്തിൽ അത് വെളിപ്പെടും. നമ്മുടെ ഉള്ളിൽ ദുഷ്ടതയാണെങ്കിൽ, നമ്മുടെ ഉള്ളിൽ അസൂയയാണെങ്കിൽ, നമ്മുടെ ഉള്ളിൽ ദുഷിച്ച ചിന്തകളാണെങ്കിൽ നമ്മുടെ സംസാരവും അപ്രകാരമായിരിക്കും, നമ്മുടെ പെരുമാറ്റവും അപ്രകാരമായിരിക്കും. നമ്മൾ ആകെ പ്രക്ഷുബ്ധമായ ഒരു ഇന്നർ സെൽഫ്, ഒരു ആന്തരിക അങ്ങനത്തെ ഒരു അവസ്ഥയിൽ, പ്രക്ഷുബ്ധമായ അവസ്ഥയിലാണ് നമ്മുടെ ഉള്ളെങ്കിൽ നമ്മുടെ വർത്തമാനത്തിലും നമ്മുടെ പ്രവൃത്തികളിലും അവ പ്രതിഫലിക്കും. അതുപോലെ നമ്മുടെ ഉള്ളിൽ ശാന്തതയാണ്, നമ്മുടെ ഉള്ളിൽ സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മുടെ സംസാരത്തിലും ഇടപെടലുകളിലുമൊക്കെ അത് സ്നേഹത്തോടു കൂടെ ആയിരിക്കും. വീണ്ടും വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15:18 എന്നാൽ വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്, അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. ദുശ്ചിന്തകൾ, കൊലപാതകം, പരസംഗം,
വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഇവയാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ദുശ്ചിന്തകളാണെങ്കിൽ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും അത് നിഴലിക്കും. നമ്മുടെ ഉള്ളിൽ കൊലപാതക ചിന്തകളാണെങ്കിൽ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും അത് നിഴലിക്കും. അതുപോലെ തന്നെ പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. നമ്മുടെ ഹൃദയം ഇതുകൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും അത് നിഴലിക്കും. അപ്രകാരം ചെയ്യുക വഴി നമ്മൾ നമ്മുടെ പരിശുദ്ധാത്മാവിനെ, നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയ പരിശുദ്ധാത്മാവിനെ നമ്മൾ നഷ്ടപ്പെടുത്തും. വീണ്ടും വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 8-ാം വാക്യം മുതൽ, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. അവർ മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. ഇറ്റ്സ് അബൌട്ട് ലിപ് സർവീസ്. ഇറ്റ് ഈസ് നോട്ട് കമ്മിങ് ഫ്രം ഇൻസൈഡ്. അവൻ്റെ ഉള്ളിൽ നിന്നല്ല ഈ ബഹുമാനം വരുന്നത്. അവൻ്റെ അധരത്തിൽ നിന്ന് മാത്രമാണ് ഈ ജനം എന്നെ ബഹുമാനിക്കുന്നത്. എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. അവർ മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു. ഇവരിങ്ങനെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ അർപ്പിച്ച് അവരുടെ വിചാരം അവർ വിശ്വാസത്തിൽ ഉന്നതി പ്രാപിച്ചെന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അവർ എന്നിൽ നിന്ന് വളരെ അകലെയാണ് എന്ന് കർത്താവ് പറയുന്നു. ഒരുപക്ഷെ ഇവരെക്കുറിച്ചായിരിക്കും കർത്താവ് പറഞ്ഞത്, അന്തിമ വിധി നാളിൽ ഞാൻ ഇവരോട് പറയും, ഞാൻ നിങ്ങളെ അറിയുകയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞത് ഈ ബാഹ്യമായി കർത്താവിനെ ആരാധിക്കുകയും ആന്തരികമായി കർത്താവിൽ നിന്ന് പാപം മൂലം വളരെ അധികം അകന്നു നിൽക്കുകയും ചെയ്യുന്ന ഈ കപട വിശ്വാസികളെ ഓർത്തായിരിക്കണം കർത്താവ് അപ്രകാരം പറഞ്ഞത്. പക്ഷേ ഇവിടെ ഇതിൻ്റെ ഒരു എസെൻസ് നമ്മുടെ ഉള്ളിലുള്ള ചിന്തകൾ വാക്കുകളിലൂടെ അതുപോലെ പ്രവൃത്തികളിലൂടെ അത് പുറത്തു വരുന്നു. ഉള്ളിൽ നല്ല ചിന്തകൾ വെച്ചിട്ട് പുറമേ നമുക്ക് ചീത്ത കാര്യങ്ങൾ സംസാരിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഉള്ളിൽ ദുഷ്ടത വെച്ചിട്ട് പുറമേ നല്ല കാര്യങ്ങൾ സംസാരിക്കാനോ പ്രവർത്തിക്കാനോ നമുക്ക് സാധിക്കുകയില്ല. ദുഷ്ടചിന്തകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന് നമ്മിൽ വസിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മിൽ ഉണ്ടെങ്കിൽ ദുഷ്ടാത്മാക്കൾക്ക് നമ്മിൽ വസിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ കപട വിശ്വാസം വിട്ട് ഹൃദയ ശുദ്ധിയുള്ളവരായി തീരാം. അതിന് വിശുദ്ധ മത്തായി 15-ാം അധ്യായം 18-ാം വാക്യം, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. അപ്പോൾ ഹൃദയം നുറുങ്ങി ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് കർത്താവിനെ വിളിക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെടും. അല്ലാതെ വെറുതെ ഇങ്ങനെ ഞാൻ ഒരു ഭക്തൻ്റെ വേഷം കെട്ടി നടന്നത് കൊണ്ട്
യാതൊരു കാര്യവുമില്ല എന്ന് കർത്താവ് നമ്മളെ പറയുന്നു. ഹൃദയവിശുദ്ധിയാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഹൃദയവിശുദ്ധിയില്ലാതെ നമ്മൾ ബാഹ്യമായി എത്ര അഭിനയിച്ചാലും, എത്ര ദിവസം പള്ളിയിൽ പോയാലും, എത്ര ദിവ്യ കുർബാനകൾ പങ്കെടുത്താലും, ഈ ഹൃദയവിശുദ്ധിയില്ലാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് അതിലും വലിയ പാപങ്ങൾ നമ്മളിലേക്ക് ചാർത്തപ്പെടും. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ ഒരു യഥാർത്ഥ വിശ്വാസിയായി ഹൃദയം നുറുങ്ങി കർത്താവിനോട് സോറി പറഞ്ഞ് നമുക്ക് വീണ്ടും രമ്യതപ്പെടാം. നമ്മൾ പാപികളോട് അനുകമ്പയുള്ളവനാണ് നമ്മുടെ കർത്താവ്. കർത്താവ് നമ്മളോട് തീർച്ചയായും ക്ഷമിക്കും. പക്ഷേ ആത്മാർത്ഥതയോടെ പാപങ്ങളെ വെറുത്തുപേക്ഷിച്ച് നമുക്ക് കർത്താവിലേക്ക് തിരിയാം. അതോടൊപ്പം തന്നെ ദുഷിച്ച കാര്യങ്ങൾ പുറമേ വെച്ച് തന്നെ നുള്ളിക്കളയുവാനും നമ്മൾ അഭ്യസിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഈ ചിന്തകൾ നമ്മൾ വന്നു കഴിയുമ്പോൾ ക്രമേണ അത് നമ്മിൽ വേരുറപ്പിക്കുകയും നമ്മൾ പാപാവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്യും. അത് നമ്മൾ ഇത്രയും കാലം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതായത് ഹൃദയവിശുദ്ധിയിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥമായ സന്തോഷവും സമാധാനവും ആനന്ദവും ക്രിസ്തുവിൻ്റെ ഐശ്വര്യവും നമ്മൾ ആസ്വദിക്കുന്നത്. എന്നിരുന്നാലും നമ്മൾ വീണ്ടും വീണ്ടും വീണു പോകുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ പശ്ചാത്തപിക്കുക. അതുപോലെ കർത്താവിൻ്റെ കൃപയ്ക്കായി കേഴുക. സ്വന്തം ബലത്തിൽ മാത്രം ആശ്രയിക്കാതെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധരായി, കൂടുതൽ വിശുദ്ധിയുള്ളവരായി നമുക്ക് ആധ്യാത്മിക ജീവിതത്തിൽ മുന്നേറാം. ഇതിനുള്ള കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. പശ്ചാത്താപത്തിൻ്റെ വരം സർവേശ്വരൻ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഈ പാപാവസ്ഥയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. അപ്പോൾ നമുക്ക് യഥാർത്ഥമായി ആത്മശോധന ചെയ്യാം. അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ സർവ പാപങ്ങൾക്കും നമുക്ക് കർത്താവിനോട് മാപ്പപേക്ഷിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ഗോഡ് ബ്ലെസ്.